പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെയാണ് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകിയത്. പാകിസ്ഥാനിലെ 9 സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യൻ സേന ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചു. ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തു. മികച്ച കൃത്യതയിലായിരുന്നു ഇന്ത്യൻ സേനയുടെ തിരിച്ചടി. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെയാണ് പാകിസ്ഥാനെതിരെ കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യ തീരുമാനിച്ചത്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായിട്ടാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യക്കെതിരെ പ്രകോപനം ഉണ്ടായത്. ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആക്രമണത്തിനിടെ ലാഹോറിലെ വ്യോമ പ്രതിരോധ മന്ത്രാലയം പൂർണ്ണമായും തകർത്തതായി പറയുന്നു. അതോടൊപ്പം തന്നെ റാവൽപിണ്ടിയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയവും ഇന്ത്യ തകർത്തതായി സൂചനയുണ്ട്. ആവന്തിപുര, ശ്രീനഗർ, ജമ്മു, പട്ടാൻകോട്ട്, അമൃത്സർ, കപൂർത്തല, ജലന്ധർ, ലുധിയാന, ആദംപൂർ, ഫിറ്റിൻഡ, ചണ്ഡീഗഡ്,നാൽ, ദുജ്, ഉത്തർലൈ, ഫലോസി എന്നിവയുൾപ്പെടെയുള്ള പാക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ നിരവധി സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചത്. പാകിസ്ഥാന്റെ ആക്രമണത്തെ ഇൻ്റഗ്രേറ്റഡ് കൗണ്ടർ US ഗ്രിഡും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത്. പാകിസ്ഥാൻ ഇന്ത്യയെ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ട മിസൈലുകളെല്ലാം നിലം തൊടും മുമ്പേ തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് തെളിവായി നിരവധി ആയുധ അവശിഷ്ടങ്ങളും ഇന്ത്യ കണ്ടെടുത്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായതിനാൽ ഇന്ത്യ കടുത്ത ജാഗ്രതയാണ് പുലർത്തി വരുന്നത്. അതിർത്തി മേഖലയിലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഷെയ്ന ന്യൂസ് ബ്യൂറോ, ദില്ലി.